Hello, welcome to Literature Lessons. I am at the poem On the Death of a Poem, written by A.K. Ramanujan. അത്തിപ്പാട് കൃഷ്ണസ്വാമി രാമാനുജൻ ബോൺ ഇൻ 1929 മൈസൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം അത്തിപ്പാട് കൃഷ്ണസ്വാമി രാമാനുജൻ. അദ്ദേഹം മരിക്കുന്നത് 1993 64 ഏജ് ആയിരുന്നു. ചിക്കാഗോയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. അദ്ദേഹത്തിന് മാക്കാർതർ ഫെലോഷിപ്പ്, സാഹിത്യ അക്കാദമി അവാർഡ് ആൻഡ് പത്മശ്രീ അവാർഡൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു പോം ഓൺ ദ ഡെത്ത് ഓഫ് എ പോം. ഈ പോം ഒരു ചെറിയൊരു പോമാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെത്ത് ഓഫ് എസ് പോം, പോയത്തിൻ്റെ ഡെത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ സെൻട്രൽ ഐഡിയ എന്ന് വെച്ചാൽ ദ പോം ഡീൽസ് വിത്ത് എ ഹ്യൂമൻ എഫേർട്ട് വിച്ച് ഓഫൺ ഗോസ് ടു ഫെയിൽസ് ജസ്റ്റ് ലൈക്ക് എ പോയറ്റ്സ് ഫെയിലർ ടു ബിൽഡ് എ പോം. ഒരു പോയറ്റ് പോം എഴുതുന്നതിൽ പരാജയപ്പെടുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ചില ഹ്യൂമൻസിൻ്റെ പല എഫേർട്ടും ഫെയിലായി പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ. ഓക്കെ, ഓൺ ദ ഡെത്ത് ഓഫ് എ പോം സ്പെസിഫിക്കലി ഡീൽസ് വിത്ത് ദ ക്വസ്റ്റ്യൻസ് ഓഫ് ഹൗ എ പോം ഗെറ്റ്സ് ഫോംഡ് ഇൻ ദ മൈൻഡ് ഓഫ് എ പോയറ്റ്. പോം പറയുന്നത് ഒരു പോയറ്റിൻ്റെ മൈൻഡിൽ എങ്ങനെയാണ് പോം ഉണ്ടാവുന്നത്, പോം എങ്ങനെയാണ് ഒരു പോയറ്റിൻ്റെ മൈൻഡിൽ സെറ്റ് ആവുന്നത് എന്നാണ് ഈ ഒരു പോം പറയുന്നത്. അതെങ്ങനെയാണ് ആളുകൾ ഏറ്റെടുക്കുന്നത്, അതിൻ്റെ വിജയപരാജയം എങ്ങനെയാണ് എന്നൊക്കെയാണ് ഈ ഒരു പോം പറയുന്നത്. ഓക്കെ, ഇത് മെയിനായിട്ട് പറയുന്നത് A.K. രാമാനുജൻ്റെ ഒരു പോം അദ്ദേഹം എടുത്ത എഫേർട്ട് പോലെ വിജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ആ ഫെയിലറിനെയാണ് ഇവിടെ ഡെത്ത് എന്ന് പറയുന്നത്. ഓക്കെ, പോയത്തിലേക്ക് പോകാം. ഇമേജസ് കൺസൾട്ട് വൺ അനദർ, എ കോൺഷ്യസ് സ്ട്രൈക്ക് ആൻഡ് ജൂറി ആൻഡ് കം സ്ലോലി ഇൻ ടു എ സെൻറ്റൻസ്. ഓക്കെ, ഇതാണ് ഈ ഒരു പോം. വളരെ ചെറിയൊരു പോമാണ്. Images consult one another. The poet tries to say that a poem is made up of thoughts and memories that constitute the images, which is turn constitute the poem itself is consulting one another. അതായത് തോട്ട്സും മെമ്മറീസും ഒക്കെയാണല്ലോ ഇമേജസ് ആയിട്ട് മാറുന്നത്. ഈ ഇമേജസ് ആണ് എന്ത് ചെയ്യുന്നത്, ഒരു പോമായിട്ട് മാറുന്നത്. ഒരു പോയറ്റിൻ്റെ തോട്ട്സും മെമ്മറീസും ഇമേജസ് ആയിട്ട് മാറുന്നു. ഇമേജസ് എന്ത് ചെയ്യുന്നു, പോമാക്കിയിട്ട് മാറുന്നു. സോ പോയറ്റ് ഇങ്ങനെയാണ് ഒരു പോം എഴുതുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ഇമേജസ് കൺസൾട്ട് വൺ അനദർ, എ കോൺഷ്യസ് സ്ട്രൈക്ക് ആൻഡ് ജൂറി. ഇവിടെ കോൺഷ്യസ് സ്ട്രൈക്ക് ആൻഡ് ജൂറി എന്ന് പറയുന്നത് ഒരു സിംബോളിസമാണ്. പോയത്തിൻ്റെ സിംബോളിസം ഓഫ് ഫെയിലിയർ ഓഫ് പോയമാണ് ഈ കോൺഷ്യസ് സ്ട്രൈക്ക് ആൻഡ് ജൂറി. എന്നിട്ട് ഒരു പോയം എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഈ പോയം ഒരു സ്ട്രൈക്ക് ആൻഡ് ജൂറി എന്ന് പറഞ്ഞ ജഡ്ജസാണ്. ജഡ്ജസ് പറഞ്ഞാൽ പോയം വിലയിരുത്തുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് ജഡ്ജസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ജഡ്ജസ് എന്ത് ചെയ്യുന്നു, പോയം വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അതിലെ ഇമേജസൊക്കെ എലമെൻറ്റ് ഓഫ് സിഗ്നിഫിക്കൻസ്, എലമെൻറ്റ് ഓഫ് മാജിക് ഒക്കെ ആ പോയത്തിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ആ പോയം വിലയിരുത്തുന്നു. എന്നിട്ട് അതിൻ്റെ പോയം എന്ത് ചെയ്യുന്നു, ദെൻ അവരുടെ ഡിസിഷൻസൊക്കെ കം ടു എ സെൻറ്റൻസ്. അവരുടെ ഡിസിഷൻസ് ഒരു സെൻറ്റൻസിലേക്ക് ഒതുങ്ങുന്നു. അത് ചിലപ്പോൾ ആ പോയത്തിൻ്റെ വിജയമാവാം അല്ലെങ്കിൽ പരാജയമാവാം. ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഹി ഇൻഡിക്കേറ്റ് ഡെത്ത് ഓഫ് ഹിസ് പോം. അദ്ദേഹത്തിൻ്റെ ഒരു പോയത്തിൻ്റെ ഡെത്തിനെയാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതായത് പോയറ്റ് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുള്ള ഒരു പോം ഫെയിലിയർ ആയതിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണിത്. ചെറിയൊരു പോമാണ്, നമുക്ക് വായിച്ചാലൊക്കെ മനസ്സിലാക്കാൻ പറ്റും. സിമ്പിൾ പോയമാണ്. ദ പോയം ഈസ് എ റിഫ്ലക്ഷൻ of a poet's emotions associated with the poem that has failed to gain recognition. പോയറ്റ് പരിഗണന, പോയറ്റ് ഒരുപാട് പ്രതീക്ഷയോടെ എഴുതിയിട്ടുള്ളൊരു പോയത്തിൻ്റെ ഫെയിലിയർ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പോയറ്റിലൊരു എക്സ്ട്രാ ഓർഡിനറി എലമെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിൻ്റെ പോയം പരാജയപ്പെട്ടു, ഫെയിലിയറായി. അതിനെയാണ് ഇവിടെ ടൈറ്റിൽ ഡെത്ത് ഓഫ് എ പോം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയത്തിനെ കുറിച്ച്. ഇമേജസ് കൺസൾട്ട് വൺ അനദർ, എ കോൺഷ്യസ് സ്ട്രൈക്ക് ആൻഡ് ജൂറി ആൻഡ് കം സ്ലോലി ടു എ സെൻറ്റൻസ്. ഇമേജസ് ഒരു പോയറ്റിൻ്റെ മെമ്മറീസും തോട്ട്സും ഇമേജസ് ആകുന്നു. ഇമേജസ് എന്ത് ചെയ്യുന്നു, ഒരു പോയമായിട്ട് മാറുന്നു. എന്നിട്ട് ആ പോം സ്ട്രൈക്ക് ആൻഡ് ജൂറി ജഡ്ജസ് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ഡിസിഷൻസ് കം ഇൻ ടു എ സെൻറ്റൻസ്, ഒരു സെൻറ്റൻസിലേക്ക് മാറുന്നു. ഓക്കെ, ഇതാണ് ഒരു പോയം. ഇറ്റ്സ് ഓൾ അബൌട്ട് ദ പോയം. ഒരു ഷോർട്ട് പോയമാണ്. Okay.